ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ലൈവില് പഠിച്ചു തീർന്ന ഒരു ചാപ്റ്റർ ആണ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്റർ അല്ലേ. അപ്പോൾ ആംഗിൾസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ ഇത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏതെടാ, സർക്കിൾ ഡിവിഷൻ. അപ്പോൾ ഈ സർക്കിൾ ഡിവിഷനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്തിനെ കുറിച്ച് മനസ്സിലാക്കണം? യെസ്, ഒരു സർക്കിളിനെ കുറിച്ച് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ സർക്കിളിന് നടുവിൽ ഒരു സെൻറ്റർ ഉണ്ടായിരിക്കും. ആ സെൻറ്ററിലൂടെ ഇങ്ങനെ ഒരു വര പോകുന്നുണ്ടായിരിക്കും അല്ലേ. അതാണ് എന്തെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ, ഡയമീറ്റർ. കറക്റ്റ് സെൻറ്ററിലൂടെ തന്നെ പോകണം കേട്ടോടാ. ഓക്കെ, അപ്പോൾ കറക്റ്റ് സെൻറ്ററിലൂടെ നമുക്ക് എന്ത് പോകണം? നമ്മളുടെ ഈ ഒരു ആ ഒരു ഡയമീറ്റർ പോകണം. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ റെഡി ആണല്ലോ. ഈ ഒരു ഡയമീറ്റർ ഒക്കെ പോകുന്നതൊക്കെ മക്കൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കാര്യമാണ്. ഡയമീറ്റർ, റേഡിയസ്, സർക്കിളിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാ. അതുപോലെ ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ സർക്കിളിനെ പറ്റി ആദ്യം പഠിക്കേണ്ടത് എന്താണ്? സർക്കിളിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ആംഗിൾ എത്രയാണ് എന്നുള്ളതാ. അപ്പൊ നോക്കിക്കേ, സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ സെന്ററിന്റെ ചുറ്റിലുമുള്ള ആംഗിൾ എത്രയായിരുന്നു വരുന്നത്? ഇത് 360 ഡിഗ്രി ആണ് വരുന്നത്. നിങ്ങൾ പഠിച്ച കാര്യമാ. 360 ഡിഗ്രി ആണ് സർക്കിളിന്റെ ടോട്ടൽ ആയിട്ടുള്ള ആംഗിൾ വരുന്നത്. അപ്പൊ ഈ 360 ഡിഗ്രീനെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഡിവിഷൻസ് ആയിട്ട് ഭാഗിക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ് സർക്കിൾ ഡിവിഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മൊത്തത്തിലാണ്. അതിന് എനിക്ക് എന്താക്കേണ്ടി വരും? 4 ഭാഗമാക്കേണ്ടി വരും. ചിലപ്പോൾ 5 ഭാഗം, 6 ഭാഗങ്ങളൊക്കെ ഈക്വലായിട്ട് മുറിക്കേണ്ടി വരും. നിങ്ങളൊരു കേക്ക് മുറിക്കുന്ന പോലെ വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ സർക്കിളിനെ ഈക്വൽ ആയിട്ടുള്ള 4 തുല്യ ഭാഗങ്ങൾ അല്ലെ, ഈക്വൽ ആയിട്ടുള്ള 4 ഭാഗങ്ങളാക്കാൻ പോവുകയാണ്. അപ്പൊ എന്റെ മക്കൾ ആദ്യം എന്ത് ചെയ്യണം? സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരച്ചിട്ട് 4 തുല്യ ഭാഗങ്ങളാക്കണമെങ്കിൽ സർക്കിളിന്റെ ഒരു ആംഗിൾ എത്ര എടുത്ത് നമ്മൾ അതിനെ കട്ട് ചെയ്യേണ്ടി വരും ഇല്ലേ. ഒരു സർക്കിൾ വരച്ചിട്ട് അതിനെ കൃത്യമായിട്ട് 4 ഭാഗമാക്കണമെങ്കിൽ അതിൽ ഒരു ആംഗിൾ എത്രയാക്കി നമ്മൾ മുറിക്കണം എന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. വേണ്ടടാ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാടാ? സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ 360 ആണ്. അതിനെ 4 ഭാഗമാക്കണം എന്ന് പറഞ്ഞാൽ 360 നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പോരെ? അപ്പൊ 360 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഒരു ആംഗിൾ 90 ഡിഗ്രി വരണം. അപ്പൊ അങ്ങനെ 4 ആംഗിൾ വന്നു കഴിഞ്ഞാൽ എന്തായി എന്ന് പറയാം നിങ്ങൾക്ക് കൃത്യമായിട്ട്. ഈക്വൽ ആയിട്ടുള്ള 4 പീസുകളായി മുറിച്ചു എന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യം അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് മിസ് എന്താക്കുന്നുണ്ട്? ഒരു കുഞ്ഞ് കോമ്പസ് എടുക്കുന്നുണ്ട്. ഇതേപോലെയൊക്കെ നിങ്ങൾ ചെയ്തതാണ്, എന്നാലും ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഒരു സർക്കിൾ വരച്ചു കേട്ടോ. കോമ്പസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഒരു സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം എടാ? ഞാൻ ഈക്വലി അതിലൂടെ കേട്ടോ, ആ ഒരു സർക്കിളിന്റെ സെന്ററിലൂടെ എന്താക്കി, ഒരു ഡയമീറ്റർ വരച്ചു. ഞാൻ അതിന് ശേഷം എൻ്റെ പൊട്രാക്ടർ എടുത്തിട്ട് എൻ്റെ കുഞ്ഞി പൊട്രാക്ടർ ആണല്ലേ, അതിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ ഒരു 90 ഡിഗ്രിയിൽ ഒരു മാർക്ക് വെക്കാൻ പോവാം. അപ്പോൾ 90 ഡിഗ്രിയിൽ മാർക്ക് വെക്കുന്നത് കൊണ്ട് തന്നെ റെഡ് കളറിലാണ്ടോ മാർക്ക് വെക്കുന്നത്, മുകളിൽ വെച്ചു. അതുപോലെ 90 ഡിഗ്രി താഴേക്ക് എടുക്കണം. ഞാനിത് കറക്റ്റ് തന്നെയാണ് വെച്ചത് അല്ലേ. അതുപോലെ 90 ഡിഗ്രി എന്ത് ചെയ്യണം? നമ്മൾ മുകളിലും താഴെയും ഇതേപോലെ കറക്റ്റായിട്ട് ഭാഗിക്കണം. നോക്കിക്കേ, ഞാൻ മുകളിൽ വെച്ചു, താഴെയും വെച്ചു. ഇനി എന്ത് ചെയ്യുക? ഈക്വൽ ആയിട്ട് തന്നെ മക്കള് മുകളിലൂടെയും താഴെയും കാണുന്ന ആ ഒരു പോയിന്റ് ഇല്ലേടാ, ആ പോയിന്റ് ഈക്വലി ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി. നോക്കിക്കേ, ആ ഒരു സർക്കിള് 4 ഭാഗമാക്കി, ഈക്വലിയുള്ള 4 ഭാഗങ്ങളാക്കി എന്ന് പറയുവാണെങ്കിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ് വരിക. 4 ആംഗിളും 90 ഡിഗ്രി ആണ് വരിക. ഇതുപോലെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റണം? ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. സർക്കിളിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ എൻ്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതുപോലെ വേറൊരു ചോദ്യം തന്നാൽ എൻ്റെ മക്കൾ ചെയ്തു തരുമോ? ചെയ്തു തരണം അല്ലേ. അപ്പൊ നോക്കിക്കേ, നമുക്കൊരു സർക്കിളിനെ 5 തുല്യ ഭാഗങ്ങളാക്കിയാലോ? ഈക്വൽ 5 പാർട്സ് ആക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എത്ര ഡിഗ്രി വെച്ച് മുറിക്കണം എന്ന് നോക്കണ്ടേ. അപ്പൊ നമ്മൾ 360നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 360നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 72 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ 72 ഡിഗ്രി എന്ന് കിട്ടും. റെഡിയല്ലേ? അപ്പൊ നേരത്തെ എടുത്ത പോലെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് 72 ഡിഗ്രിയിലാണ് എന്ത് ചെയ്യേണ്ടത്? പൊട്രാക്ടറിൽ എടുത്ത് മുറിച്ച് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കോമ്പസ് എടുത്തു. കോമ്പസിൽ എൻ്റെ മക്കൾക്ക് വലിയ സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ എന്തുണ്ടാവും? വൃത്തി ഉണ്ടാവും അല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ വലിയ സർക്കിളാട്ടോ വരയ്ക്കുന്നത്. റെഡിയല്ലേ? ഇനി എന്ത് ചെയ്യണം? ഞാൻ ഒരു റേഡിയസ് വരയ്ക്കുകയാണ്.
കുഞ്ഞ് റേഡിയസ് വരച്ചു. അവിടെ വെച്ചിട്ടാണ് ഞാൻ 72 ആയിട്ട് ഇങ്ങനെ മുറിക്കാൻ പോകുന്നത്. ഞാൻ പ്രൊട്രാക്ടർ എടുത്തു. പ്രൊട്രാക്ടർ കൃത്യമായിട്ട് എൻ്റെ മക്കൾക്ക് വലുതാക്കി തരാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് വെക്കുമ്പം കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വലുതാക്കിയത്. റെഡ് കളറിൽ കൊടുക്കുന്നുണ്ട്. ഇത് 72 എന്ന് പറഞ്ഞാൽ 70 കഴിഞ്ഞിട്ട് ആ രണ്ടാമത്തെ കുഞ്ഞി വര ഇല്ലേടാ, അവിടെ എന്ത് ചെയ്യാം, നമ്മൾ അവിടെ ഒരു പോയിന്റ് വെക്കണം. 70 കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കുഞ്ഞി വരയിലാണ് ഞാൻ എന്താക്കിയത്, പോയിന്റ് വെച്ചത്. അതേ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് വരച്ചു കൊടുക്കുക. നോക്കിക്കേ, ഇവിടെ വരച്ച പോലെ നമ്മൾ എന്ത് ചെയ്യുക, ആ വരയിൽ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് 72 ഒരു വര വരയ്ക്കുക. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ നീക്കി ഇവിടെ വെച്ചിട്ട് അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യണം, 72 എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വരയ്ക്കുന്നതിന് മുൻപേ ആയിട്ട് 72 പോയിന്റ് ഇട്ടതിന് ശേഷവും വരയ്ക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നായിട്ട് വരയ്ക്കാം. അപ്പോൾ മിസ് ഇതാ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 72 കൃത്യമായിട്ട് ഇവിടെ 72 എടുത്തു. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, പ്രൊട്രാക്ടർ മാറ്റി ഞാൻ എന്ത് ചെയ്തു, വരച്ചു. വീണ്ടും എന്ത് ചെയ്യാണ്, കറക്റ്റായിട്ട് എടുത്തു, ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ വരച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും എവിടെയും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മിസ്സിൻ്റെ കൂടെ തന്നെ വരച്ചു നോക്കുക. അപ്പോൾ കൂടെ വരയ്ക്കുമ്പോൾ എന്താവില്ല, മക്കളോട് തെറ്റിപ്പോവില്ല. അതുകൊണ്ടാട്ടോ വീണ്ടും ലാസ്റ്റായിട്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, 72 എന്നുള്ള പോയിന്റിലേക്ക് നീട്ടി വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പം നോക്കിക്കേ, 5 കഷ്ണങ്ങളാക്കി, ഞാനൊരു കേക്കിന് 5 കഷ്ണമാക്കി മുറിച്ച പോലെ ഉണ്ട് അല്ലേ. വെറുതെ നമ്മൾ ഇതിൻ്റെ ആ ഒരു എൻഡിങ് പോയിന്റിൽ ആ സർക്കിളിൽ ആ ലൈൻസ് തട്ടുന്ന ഒരു എൻഡിങ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ പോയിന്റുകളൊക്കെ ഒന്ന് വെറുതെ ജോയിൻ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. അതേ നോക്കിക്കേ, 1 2 3 4 5 അല്ലേ. അപ്പൊ നോക്കിക്കേടാ, 5 സൈഡ്സ് ആയി അല്ലേ, അല്ലെങ്കിൽ 5 ലൈൻസ് ആണ് നമ്മൾ കൂട്ടി വരച്ചത്. ഇപ്പൊ കാണാന് ഒരു നിങ്ങൾ പഠിച്ച ഒരു രൂപം അല്ലേ കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ ആ ഒരു ഫിഗറിന്റെ പേരെന്താണ് എന്ന് നമ്മൾ ലൈവ് ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. എന്താണ് ഈ ഒരു ഫിഗറിന്റെ പേര് വരുന്നത്, എന്താ വരുന്നേ? യെസ്, ഇതാണ് പഞ്ചഭുജം അല്ലേ. അപ്പൊ പെന്റഗൺ എന്നുള്ള രീതിയിൽ എന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ ഈ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് എന്റെ മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ ഒരു സർക്കിൾ വരയ്ക്കുന്നു, അതിന് 360 ഡിഗ്രി ആണ്. അപ്പൊ എത്ര ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാലും എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ 360നെ 5 ഈക്വൽ പാർട്സ് ആണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4 ഈക്വൽ പാർട്സ് ആണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം, ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടറിൽ എടുത്തിട്ട് മെഷർ ചെയ്തിട്ട് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, സർക്കിളിനെ ഡിവൈഡ് ചെയ്ത് പോവാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസർ കൂടെ ഒന്ന് വരച്ച് നോക്കാം. എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, 8 ഈക്വൽ പാർട്സ് ആക്കാനാണ്, 8 തുല്യ ഭാഗങ്ങളാക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ അതിൽ ഒരു ആംഗിൾ എത്രയാണ് എന്നെ മക്കൾക്ക് കിട്ടും. ഓക്കെ അല്ലേ. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് എൻ്റെ മക്കളൊന്ന് വരച്ച് നോക്കുക. അപ്പൊ വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള പാഠമാണ് അല്ലെങ്കിൽ ചാപ്റ്റർ ആണ് നിങ്ങളെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ ഇതേപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളായിട്ട് മിസ് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.